സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വേസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്, കോട്ടൺ കുർത്തിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ബോഡി പീസ് കട്ട് ചെയ്യാനായിട്ട് 14.5 ഇഞ്ച് ലെങ്ത്തിൽ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 4ആയിട്ട് മെറ്റീരിയൽ മടക്കിയിട്ടിരിക്കുന്നതാണ്. ഓപ്പൺ സൈഡാണിത്. അതിനുശേഷം ഇവിടെ നിന്ന് 6.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് ഷോൾഡർ ഇവിടെ നിന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നിന്ന് ഇവിടെ നിന്നും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. എൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. ചെസ്റ്റിൻ്റെ 4/1 എത്രയാണോ ഇവിടെ മാർക്ക് ചെയ്യുക. അതിനോടൊപ്പം തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്യുക. ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്, അത് ഫുള്ളായിട്ട് എടുക്കണതാണ്. അതിനുശേഷം വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുന്നില്ല, ജസ്റ്റ് ഒരു 1 ഇഞ്ച് കുറച്ച് മെറ്റീരിയൽ അടയാളപ്പെടുത്തുകയാണ്. അവിടെ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെയാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ആം ഹോൾ കർവ് വെച്ച് വരച്ചു കൊടുക്കുക. ഇതുപോലെ കർവ് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരക്കാനായിട്ട് ഇവിടെ നിന്ന് നെക്കിൻ്റെ വിത്ത് 6.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിത്ത്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് താഴ്ത്തി ഷോൾഡർ സ്ലോപ്പ് നിങ്ങളെങ്ങനെയാണ് ഷോൾഡർ അതനുസരിച്ച് ഉള്ളിലോട്ടോ പുറത്തോട്ടോ അകത്തോട്ടോ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ ഉള്ളിലോട്ടാണ് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഇതുപോലെ ആം ഹോൾ കർവ് വെച്ച് ഇതുപോലെ കുഴിച്ചൊന്നുള്ളിലോട്ടൊന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് 1 ഇഞ്ച് ഉള്ളിലോട്ടാക്കി കുഴിച്ചതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ടാണ്. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 4 ഇഞ്ച് ലെങ്ത്തിൽ 3.25 ഇഞ്ച് വീതിയിൽ ഒരു ബോക്സ് പോലെ വരച്ചിട്ട് ഇതുപോലെ വരച്ച് ഇങ്ങനെയൊന്നും ബോക്സ് പോലെ വരച്ച് റൗണ്ടിലാണ് ഇതുപോലെ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ആംഹോളൊന്ന് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മെഷർമെൻ്റ് എടുക്കാം. 9.25 ഇതിൽ കിട്ടിയിരിക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ടാണ് കറക്റ്റായിട്ട്. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇത് ലെങ്ത്തിൽ 10 ഇഞ്ചാണ് സ്ലീവ് വേണ്ട. 11.5 ഇഞ്ചിലാണ് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ഇതുപോലെ മെറ്റീരിയലും കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഓപ്പൺ വശത്തു നിന്ന് 3 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ സെൻട്രൽ കൂടി താഴ്ത്തി ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക.
അതിനുശേഷം ഇവിടെ സ്ലീവിൻ്റെ വണ്ണത്തിൻ്റെ 1/2 അടയാളപ്പെടുത്തുക. അതിനൊപ്പം തയ്യൽ തുമ്പും കൂടി ഉൾപ്പെടുത്തി അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ആംഹോൾ കർവിൽ അളവെടുത്തത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 9.25 കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലീവ് ഒന്ന് വിതത്തിട്ടതിന് ശേഷം നിവർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ ഈ സൈഡിലൊന്ന് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചിതുപോലെ ഒരു 1/4 ഇഞ്ച് കുഴിച്ചിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഫ്രണ്ട് സൈഡാണ്, അപ്പോൾ അത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഫുൾ ലെങ്ത്തിൻ്റെ ഒപ്പം തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്യുക. അതിനുശേഷം ബോഡി പീസിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എത്രയാണോ അതാണ് സ്കേർട്ട് പാർട്ടായിട്ട് കട്ട് ചെയ്യേണ്ടത്. തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് ഞാൻ കൂടുതലെടുത്തത്. അപ്പോൾ അത് 14.5 ഇഞ്ച് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഫുൾ ലെങ്ത്തിൻ്റെ നിന്ന് മൈനസ് ചെയ്തിട്ട് ഫുൾ ലെങ്ത്തിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂട്ടി അതിനുശേഷം 14.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇതുപോലെ 29 ഇഞ്ചിൽ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ബെൽറ്റ് വേസ്റ്റിൻ്റെ അവിടുത്തെ പടി പീസ് പിടിപ്പിക്കാനായിട്ട് 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ വേസ്റ്റിൻ്റെ നീളത്തിൽ തന്നെ വേസ്റ്റിൻ്റെ വിത്ത് എത്രയാണോ ആ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. 2 പീസ് ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിന് ഉള്ളിലിടാനുള്ള വള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വള്ളിക്ക് വേണ്ടിയിട്ട് വേസ്റ്റിനെല്ലാം കുറച്ചുകൂടി ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ 2 വള്ളി കട്ട് ചെയ്തെടുക്കുക. രണ്ട് വള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൽ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ക്യാൻവാസ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് നെക്കിൻ്റെ വിത്ത് 3.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. 5.25 നെക്കിൻ്റെ ലെങ്ത്ത്. ആ സ്ലോപ്പ് ഷോൾഡർ സ്ലോപ്പ് ഉൾപ്പെടെയാണ് 1/4 ഇഞ്ച് ഉൾപ്പെടെയാണ് അടയാളപ്പെടുത്തുന്നത്. 5.25. അതിനുശേഷം ഇവിടെ നിന്ന് 3.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ബോക്സ് പോലെ വരച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ വരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് ഒന്ന് ആ പോയിൻ്റെല്ലാം ഒന്ന് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് പിന്നൊന്ന് മാറ്റി കുത്തി ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ വെച്ചിട്ടൊന്ന് ക്രോസ് പീസ് വെച്ച് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അതുപോലെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് സെൻറ്ററിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് മറിച്ച് ഇതുപോലെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് കറക്റ്റായിട്ട് ഇതുപോലെ നടുഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് സെൻറ്റർ വരത്തക്ക രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്തതിന് ശേഷം നെക്കൊന്ന് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സ്ലീവും സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് പ്ലെയിൻ ആയതുകൊണ്ട് ക്യാൻവാസ് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വെറുതെ ഒന്ന് 2-3 ലൈൻ സിമ്പിളായിട്ടൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. നെക്കിന് ഒരു ഡിസൈൻ പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കും. അതുപോലെ തന്നെ ബാക്ക് നെക്കും ക്രോസ് പീസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് മടക്കി ഇതുപോലെ ഇപ്പുറത്തോട്ട് വെച്ചിട്ടൊന്ന് 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക. 2 ഷോൾഡറും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവ് ഇതുപോലെ സെൻറ്റർ കറക്റ്റായിട്ട് ഷോൾഡറിൽ വെച്ചിട്ട് ഫ്രണ്ട് സൈഡ് അടയാളപ്പെടുത്തിയത് ഫ്രണ്ട് സൈഡിൽ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് 2 സൈഡ് സ്ലീവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്ലീവ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ അവിടുത്തെ ആ പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ആ പീസ് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ആ വേസ്റ്റിൻ്റെ ലെങ്ത്തിലാണ് ആ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പീസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ പീസ് ഒന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചൊന്ന് സൈഡിൽ കൂടി ഒന്ന് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ സൈഡ് ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ പീസിന് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് സൈഡ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കറക്റ്റായിട്ട് വെച്ചിട്ട് ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ വള്ളി കറക്റ്റായിട്ട് ഓടിക്കത്തക്ക രീതിയിൽ ലൂസിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കയറ്റി ഇറക്കി സ്റ്റിച്ച് ചെയ്യാതെ കറക്റ്റായിട്ട് ബാക്ക് ഫ്രണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പീസും ഇതുപോലെ തന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഹോളുള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം സ്കേർട്ട് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക.
സ്കേർട്ട് പീസ് ഇതുപോലെ സെൻറ്റർ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ഫ്ലീറ്റ് ഇട്ട് ഫുള്ളും ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ടൊന്ന് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിലൊന്ന് ഇങ്ങനെ രണ്ട് സൈഡും ഫ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡ് ഷേപ്പ് ചെയ്യാനായിട്ട് വേസ്റ്റിൻ്റെ അവിടെ അരയിഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു അരയിഞ്ച് സെയിം തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിലോട്ട് ഇതുപോലെ സ്ലീവും മെഷർമെൻറ്റും കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ള് സ്കേർട്ട് പീസ്. അതിനുശേഷം ഒരിഞ്ച് വീതിയിൽ കട്ട് ചെയ്ത ആ പീസ് വള്ളിക്ക് വേണ്ടി കട്ട് ചെയ്ത പീസ് മറച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പീസൊന്ന് ജസ്റ്റ് ഇവിടെ രണ്ട് സൈഡിനും ഹോൾ വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ വള്ളി ഒന്ന് പിൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി മറു സൈഡിലേക്ക് എടുക്കുക. ഫ്രണ്ട് സൈഡ് ഫുള്ള് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ എടുത്തതിന് ശേഷം ബാക്ക് സൈഡ് ഇതുപോലെ ബാക്ക് സൈഡിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് എടുക്കുക. അതിനുശേഷം എവിടെയാണോ അത് ഇട്ടത് ആ സൈഡിൽ തന്നെ ഇതുപോലെ രണ്ട് വള്ളിയും ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റേ രണ്ടാമത്തെ വള്ളിയും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഫ്രണ്ട് സൈഡിൽ കൂടെ എടുത്ത് ബാക്ക് സൈഡിൽ ഈ സൈഡിലോട്ടാക്കി എടുക്കുക. രണ്ട് സൈഡിനും ക്രോസ് ചെയ്ത് ഇതുപോലെ വള്ളി എടുക്കുക. ഇതുപോലെ ക്രോസ് ചെയ്ത വള്ളി എടുത്തിട്ടുണ്ട്. ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വേസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കുർത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.